ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കാണുമെന്നറിയാം. എന്നാലും ഞാൻ ഈസ്റ്ററിന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബിരിയാണിയാണ്. ഒരു ഹാഫ് ആൻ അവർ പോലും വേണ്ട, പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, സബോള, തക്കാളി, പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം തീരെ കുഞ്ഞതായിട്ട് അരിയണമെന്നില്ല. ഞാനിതെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ. അപ്പോൾ ഈ ഗ്രേവി എല്ലാം ഒന്നിച്ച് വരുന്നത് പോലെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ പൊന്നൂന് ഒത്തിരി ഇഷ്ടമുള്ള ബിരിയാണിയാണ്. അതുകൊണ്ട് അപ്പോൾ ആദ്യം സവോളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ച് എടുക്കണം. അത് കഴിഞ്ഞിട്ട് തക്കാളിയുടെ കൂടെ ഞാൻ കറുവാപ്പട്ടയും ഗ്രാമ്പു, ഏലക്ക, അങ്ങനെ ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സവോള അരച്ച് കഴിഞ്ഞ് ഇനി തക്കാളിയും അതും കൂടെ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാൻ മാക്സിമം ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് അധികം ഉപയോഗിക്കാറില്ല. ഇവിടെ ആർക്കും അതിൻ്റെ ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ മസാല എല്ലാം കൂടെ ചേർത്ത് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ ജാതിക്കായും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പൊടിച്ചിട്ട്. അത് ഏറ്റവും നല്ലതാണ് വയറിന് അസ്വസ്ഥത ഉള്ളവർക്കും ഇത് ദഹിക്കാനൊക്കെ. അതുകൊണ്ട് അതും ഞാൻ ഇതിനകത്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലോ പരന്ന ഒരു ചരുവമില്ലാണെങ്കിലും നല്ലതാണ്. എനിക്ക് കുക്കറായ എളുപ്പം, അതുകൊണ്ട് കുക്കറിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അടച്ച് വിസിലൊന്നും വേണ്ട. സാധാ നമ്മൾ അടപ്പ് വെച്ച് അടച്ചാൽ മതി. അപ്പം നെയ്യും വെളിച്ചെണ്ണയും പകുതി പകുതി ചേർത്താലും ടേസ്റ്റാണ്. ഞാനിപ്പോൾ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത് പൊന്നുവിന് ഹോസ്റ്റലിൽ പോകുമ്പം കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. മറ്റേ ഗരം മസാലയൊക്കെ ഇട്ടത് കൊണ്ട് ഇത് മാത്രമേ ഇപ്പോൾ നെയ്ക്കകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം സവോള അരച്ച് വെച്ച പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വെള്ളമയം മാറി ഇച്ചിരി വെള്ളമയം പറ്റി കഴിയുമ്പോൾ നമ്മൾ തക്കാളിയും അരച്ച് വെച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വെക്കുന്ന ബിരിയാണി ഞങ്ങൾക്ക് പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഈ വെള്ളച്ചോറും ഫ്രൈഡ് റൈസ് പോലെ നമ്മളിവിടെ വെക്കുന്ന ബിരിയാണി അത്രയും താല്പര്യമില്ല. ഇതെൻ്റെ ചേച്ചിയുടെ ഫേവററ്റ് ഒരു കുക്കിംഗാണ്. അത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവരെപ്പോഴും പറയും സിസി മമ്മി ഉണ്ടാക്കുന്ന ആ ടേസ്റ്റും മണവും വരുന്നില്ലെന്ന്. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഈ ഗരം മസാലയൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി കുറച്ചേ ഞാൻ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റി ആ വെള്ളമയം മാറി എണ്ണ ഇങ്ങനെ എടുക്കുന്ന പോലെ വരുന്നവരെ നമ്മൾ നല്ലപോലെ വഴറ്റണം. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ അരി വെള്ളത്തിലിടണം. 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അത്രയും ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറേ ചിക്കൻ മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ അതിനുള്ള സമയമില്ല. ഞായറാഴ്ച രാവിലെ പള്ളി കഴിഞ്ഞ് വന്ന് ഇതെല്ലാം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് ചേർക്കുന്നത്. അതിനകത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഒരു ശകലം പേരിനെ ചേർക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. മുളക് പൊടി, പച്ചമുളക് കൂടുതൽ ഇട്ടിട്ടുള്ളതുകൊണ്ട്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഈ മസാല എല്ലാം നല്ലപോലെ ഇട്ട് നല്ലപോലെ വഴറ്റി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിനകത്ത് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചിക്കൻ ഇല്ലെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ ചിക്കൻ ഒന്നും ഇടാതെ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങോ അല്ലെ മുട്ട പുഴുങ്ങിയതോ ഇട്ടാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റേതായ സമയം അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നേ ഉള്ളൂ. ചിക്കൻ വേകാനുള്ള സമയം നമ്മൾ ഇതിനകത്ത് വയ്ക്കും. അല്ലാതെ ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്സിയിൽ അരച്ചില്ല, ആ മിക്സിക്കകത്ത്. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ചിക്കൻ്റെ വെള്ളവും കൂടെ ഇറങ്ങും. അതുകൊണ്ട് ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചെറിയ കൊച്ചരിയാണെങ്കിൽ അത്രയും പോലും നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ചിക്കനിലെ വെള്ളവും ഒരുമാതിരി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം
ചൂടായി കഴിയുമ്പം നമ്മൾ പകുതി വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഈ ചോറ് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒത്തിരി കൂടുതൽ ആകരുത്, അന്നേരം ചോറ് ഉതിരിയായിട്ട് വരത്തില്ല. ഇതിപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് തിരിച്ചിത് അടച്ച് വിസിൽ വരുന്ന പോലെയല്ല, ജസ്റ്റ് ഒന്ന് സൈഡ് അടച്ച് വെക്കുക എന്നേ ഉള്ളൂ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ ഒന്നുകൂടെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇച്ചിരി കൂടെ അരി വേകാനുള്ള സമയം മതി. വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇപ്പം മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. പുതിന ഇല മേടിക്കാൻ മറന്നുപോയി, അതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടായിരുന്നേനെ. എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴും നല്ല മണമാണ്. ഇപ്പം അരിയും വെന്തിട്ടുണ്ട്, ചിക്കനും ആവശ്യത്തിന് വേവായിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കൂടെ തീ കുറച്ച് വെച്ച് അടച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ മിക്കവാറും ഇവിടെ ഇതുപോലെ വെക്കുന്നതാണ്. എന്ന് വെച്ചാൽ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ചിക്കൻ ഇല്ലെങ്കിൽ മുട്ട, അതും ഇല്ലെങ്കിൽ വെറും തക്കാളി ചോറൊന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും സമയം പോലും വേണ്ട, ഇത് ചിക്കൻ വേകാനുള്ള സമയം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ പിള്ളേർ വീട്ടിൽ ഇരിക്കുമ്പം അവർക്കൊരു വെറൈറ്റി ആയിട്ട് മീനില്ലെങ്കിൽ ചിക്കൻ ഇല്ലെങ്കിലും ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.